ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനോട്. ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക മാസം വരാറായല്ലേ. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ വീട്ടിലൊക്കെ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇനി കുറച്ച് സവിശേഷതകളും ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പൊ വീഡിയോ എന്ത് ചെയ്യാം, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതൊക്കെ സ്കിപ്പ് ചെയ്താൽ പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി എത്താൻ വേണ്ടി ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. കർക്കിടക മാസം എന്ന് പറയുന്നത് എന്താണ്? 12ാമത്തെ മാസമായിട്ടാണ് കണക്കിലെടുക്കുന്നത് അല്ലെ. അപ്പൊ ഈ കർക്കിടക മാസത്തിന് പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കള്ളക്കടക്കടം എന്നൊരു പേരും കൂടി എന്തുണ്ട്, ഒരു വിശേഷണം കൂടി കർക്കിടകത്തിനുണ്ട്. അതുകൂടാതെ നമ്മള് എന്താണ്, രാമായണ മാസം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മാസം തന്നെയാണ് കർക്കിടക മാസം അല്ലെ. പണ്ട് ദാരിദ്ര്യം കൊടികൊട്ടുകൊണ്ട് വാഴുന്ന കാലത്ത് എന്താണ്, അന്ന് ലഭിച്ച ഒരു കർക്കിടക അല്ല പഞ്ഞമാസമായിട്ടൊക്കെയാണ് നമ്മൾ കർക്കിടകത്തെ കാണാറുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കണം കള്ളക്കടക്കടം എന്നൊരു പേര് കർക്കിടകത്തിന് വീഴാൻ സാധ്യത. അതുമാത്രമല്ല, ആചാര രീതിയിൽ നമുക്ക് വളരെയധികം പ്രാധാന്യം നിറഞ്ഞ മാസമാണ് കർക്കിടക മാസം, ഏവർക്കും അറിയാമെന്ന് വിചാരിക്കും. അപ്പൊ ഇതില് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ വീടും പരിസരമൊക്കെ എപ്പോഴും ശുദ്ധിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക കർക്കിടക മാസത്തിൽ. അതിന് മുമ്പ് തൊട്ട് ശുദ്ധിയായി സൂക്ഷിക്കുക, അതിനുശേഷം കർക്കിടക മാസം ഫുള്ളും ശുദ്ധിയായി തന്നെ സൂക്ഷിക്കുക. പൂജാമുറി വൃത്തിയായി, ഒരു റൂമിലെ ഫോട്ടോസ് ഒക്കെ നല്ല തുടച്ച് തുടച്ച് വൃത്തിയാക്കി, എന്താണ് പനിയിലൊക്കെ തളിച്ച് ശുദ്ധിയാക്കി വെക്കുക. ഒരു വീടിന്റെ, ഒരു ഗ്രഹത്തിന്റെ, ഒരു ഭവനത്തിന്റെ പ്രധാന മുറികൾ തന്നെയാണ് പൂജാമുറി എന്ന് പറയുന്നത്, അടുക്കള എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ ഇവ രണ്ടും വൃത്തിയും ശുദ്ധിയുമാക്കി തന്നെ വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീട് അടിച്ചുവാരി തുടച്ച ശേഷം നല്ല രീതിയിൽ പനിനീരൊക്കെ തളിക്കുന്നതൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ എന്താണ് വൃത്തിയാക്കി ഒരു മഞ്ഞവെള്ളമൊക്കെ കലക്കി തളിക്കുന്നു. മഞ്ഞവെള്ളം എന്ന് വെച്ചാൽ മഞ്ഞൾ കലക്കി തളിക്കുന്നതൊക്കെ നല്ലതാണ്. അടുക്കളയിലെ പൂജാമുറികളിലൊക്കെ തളിക്കുന്ന ഉത്തമമായിട്ടുള്ള കാര്യമാണ്. വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കണം. അതേപോലെ തന്നെ കർക്കിടകത്തിൽ നമ്മൾ പറയുന്ന മഹാലക്ഷ്മി വീട്ടിലേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു മാസം, അല്ലെ മഹാലക്ഷ്മി ഗ്രഹത്തിൽ വരുന്ന ഒരു മാസമായിട്ടും നമ്മൾ എന്താണ് കർക്കിടക മാസത്തെ കാണാറുണ്ട്. ഇപ്പൊ മഹാലക്ഷ്മി നമ്മുടെ ഗ്രഹത്തിൽ വരുന്ന സങ്കല്പം മൂലം തന്നെ ഭഗവതി നമ്മുടെ ഗ്രഹത്തിൽ വരുന്ന മുമ്പാട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കണം. പരിസരം വൃത്തിയാക്കുക, ഗൃഹം വൃത്തിയാക്കി സൂക്ഷിക്കുക, ഒക്കെ വൃത്തിയാക്കി എന്താണ് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇടുക. അപ്പം കർക്കിടകം 1-ാം തീയതിക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ല കർക്കിടകം തൊട്ട് ചെയ്യാമെന്നല്ല, കർക്കിടകത്തിന് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ദേവിയെ അല്ലെങ്കിൽ ഭഗവതിയെ എഴുന്നള്ളിക്കാൻ പോവുകയാണ് അല്ലെ. നമ്മുടെ ഗൃഹത്തിലേക്ക് നമുക്ക് ഇനി വരുന്ന ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് ഐശ്വര്യവും സമ്പത്തും സ്ഥാനവും ഐക്യവും ഒക്കെ സമ്മാനിക്കാൻ വേണ്ടി നമ്മൾ ഭഗവതിയെ ക്ഷണിക്കുകയാണ്, എഴുന്നള്ളിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക്. അന്നേരം എന്ത് ചെയ്യണം, ഭഗവതിക്ക് തോന്നണം ഈ ഒരു ഗൃഹത്തിൽ കയറാൻ. അത് ഗ്രഹം വലുതാണോ ചെറുതാണോ അങ്ങനെ ഒരു തെരുവില്ല, വൃത്തിയാക്കി അടിച്ചുറത്ത് വൃത്തിയാക്കി സൂക്ഷിക്കുക. നമ്മളൊരു 14 സ്ക്വയർ ഫീറ്റ് വീട് പണിഞ്ഞിട്ടോ വൃത്തിയില്ലേ, അല്ലെങ്കിൽ ആ ഒരു ശുദ്ധിയൊന്നും ഇല്ലെങ്കിൽ ഇന്നുണ്ടാവില്ല. ദേവിക്ക് അങ്ങോട്ട് വരാണോ, അല്ലെ ദേവി ഒരു ദേവിക്ക് മനസ്സിൽ സന്തോഷം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ വീട് ചെറുതായാലും വലുതായാലും എങ്ങനെ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും വീടും പരിസരവും അടിച്ചു തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഭഗവതിയെ എഴുന്നള്ളിക്കാൻ, ഭഗവതി വരുന്നതായും സങ്കല്പിച്ച് എന്താണ് നമ്മൾ അതിന് മുമ്പ് എല്ലാ പരിസരം എല്ലാം വൃത്തിയാക്കാം. നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം കൂടപാട് എല്ലാം വൃത്തിയാക്കിയിടും അല്ലെ. ജസ്റ്റ് കോടുമ്പിലൊക്കെ അടിക്കുന്ന അടുത്ത് വെക്കുമ്പോഴായാലും പെട്ടെന്ന് വീടൊക്കെ വൃത്തിയാക്കി ഇടുന്നവരുണ്ടാവും. എന്നാലും എന്ത് ചെയ്യാം, മാസം ഒരു കർക്കിടകം ആകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, ഇതൊക്കെ വൃത്തിയാക്കി എല്ലാം റെഡി ആയിട്ട് നിൽക്കുക. അതുപോലെ വീടിന്റെ ഉള്ളിലുള്ള പാറയം, മൂലം, ചൂല്, തുണിയൊക്കെ എന്ത് ചെയ്യാം, വീടിന്റെ അകത്തിനെടുത്ത് പുറത്തിട്ട് കത്തിച്ച് കളയുക. ഓക്കെ, ഇത് കത്തിച്ച് കളയുക എന്ന് പറയുമ്പോൾ ഈ തുണിയൊക്കെ കത്തിക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. നമ്മുടെ കടലുണ്ടല്ലോ, കടലിൽ ഒഴിക്കാം. പക്ഷെ അതിനും കഴിഞ്ഞും നല്ലതായിട്ട് ഈ പഴയ തുണികൾ അലക്കി എന്താണ് ശുദ്ധി വരുത്തി ഡൈക്കിങ്ങൊക്കെ ചെയ്തിട്ട് അനാഥാലയങ്ങളിലൊക്കെ കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കാം. ഓക്കെ, പറയുന്നത് എങ്ങനെയാണ്, എന്താണ് പറയും, മുറവും ചൂടും തുണി വസ്ത്രങ്ങളൊക്കെ കത്തിച്ചു കളയണം എന്നാണ് പറയുന്നത് കർക്കിടകത്തിന് മുമ്പ് തന്നെയായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് പനിനീര് തളിക്കണം എന്നാണ് പറയുക. അതേപോലെ ഇങ്ങനെ വൃത്തിയടിച്ച് തുടച്ച് വൃത്തിയാക്കിയ ശേഷം നമ്മുടെ വാതിൽപ്പടി ഉണ്ടല്ലോ, വാതിൽപ്പടി അറപ്പടിയൊക്കെ അരിമാവ് കൊണ്ട് അണിയിച്ച് മനോഹരമാക്കി വെക്കണം. ഇങ്ങനെ മനോഹരമായി അണിയിക്കണം എന്നാണ് പറയുന്നത്. കർക്കിടക സംക്രമത്തിന് മുമ്പ് തന്നെ ശ്രേഷ്ഠ ഭഗവതിയെ വീടിന്റെ അകത്ത് തന്നെ അടിച്ച് തുടച്ച് പുറത്താക്കുക.
എന്നൊരു സങ്കല്പമാണ് ഈ കർക്കിടക തന്നെയായിട്ട് നമ്മൾ ഇതൊക്കെ അടിച്ചൊടിച്ച് കത്തിച്ചൊക്കെ പഴപ്പോയ നീരൊക്കെ നനയ്ക്കുന്നതിന്റെ ഒക്കെ ഒരു സങ്കല്പം എന്ന് പറയുക. കാരണം നമുക്കറിയാം ജ്യേഷ്ഠ പകുതി വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ഐശ്വര്യങ്ങളൊക്കെ വരാനും എന്താണ് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെ ജ്യേഷ്ഠ പകുതി എന്ത് ചെയ്യണം, നമുക്ക് ഗ്രഹത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിച്ച് പറയുമ്പോഴും ചൂല് വസ്ത്രങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞ് വീട് മൊത്തം ഒന്ന് പുതുമയെ ചാർത്ത് നല്ല ഐശ്വര്യപൂർണമാക്കുക. പാലപ്പടിയും വാതിൽപ്പടിയൊക്കെ നമ്മൾ അരിമാവ് കൊണ്ട് അണിയിച്ചൊരുക്കുക. അതേപോലെ തന്നെ ഈ ചൂലും മുളക നമ്മൾ കത്തിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യേഷ്ഠ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാണ് ഇത് നമ്മൾ ഇത് കത്തിക്കുന്നത്. അത് ഈ പറയുമ്പോഴത്തെ ചൂടുകൊണ്ട് തട്ടി അല്ലെങ്കിൽ കൊട്ടിയാണ് പറയുന്നത്. ഇത് ജ്യേഷ്ഠ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാണ് നമ്മൾ ഇത് കത്തിക്കുന്നത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കർക്കിടക സംക്രമത്തിന്റെ ഒരു നാഴിക മുന്നേ തന്നെ എന്താണ് പൂജാമുറിയൊക്കെ ഒരുക്കുന്നത്. ദശപുഷ്പം, വാൽ കണ്ണാടി, അലക്കിയ കോടിത്തോർത്ത്, മഷിച്ചെപ്പ്, സിന്ദൂരച്ചെപ്പ്, അതുപോലെ തന്നെ അക്ഷരം ഇവ ചേർന്നാണ് കർക്കിടകത്തിലെ അഷ്ടമംഗല്യ പാത്രം എന്ന് പറയുന്നത്. ചെറിയൊരു നെയ്വിളക്ക് കത്തിച്ച് സംക്രമ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ പൂജാമുറിയിൽ. അതേപോലെ തന്നെ കന്യകമാര് സുമംഗലിമാരൊക്കെ കണ്ണെഴുതി പൊട്ടു തൊട്ട മുടിയില് എന്താണ് ദശപുഷ്പമൊക്കെ ചാർത്തി ശ്രീ ഭഗവതിയെ മനസ്സിൽ നന്നായി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ഈ അഷ്ടമംഗലത്തോടു കൂടി ശ്രീ ഭഗവതിയെ നമ്മൾ വീട്ടിൽ എഴുന്നള്ളിച്ച് കൊടി കൊള്ളിച്ച് ഇരുത്തി എന്നാൽ എഴുന്നള്ളിച്ച് വീട്ടിലിരുത്തി എന്ന് തന്നെയാണ് സങ്കല്പം. ഈ വിശ്വാസത്തിന് പുറമെ തന്നെ നിത്യ അന്നദാനേശ്വരിയായ അന്നപൂർണേശ്വരി ദേവി നാട്ടിലും വീട്ടിലൊക്കെ എഴുന്നേറ്റ് നമ്മളൊക്കെ സ്വീകരിക്കുന്ന വിശേഷമായ മാസമാണ് കർക്കിടക മാസം എന്ന് പറയും. അതേപോലെ തന്നെ കർക്കിടകത്തിലെ ഇല്ലെന്നിറ എന്നൊരു ചടങ്ങ് അന്നപൂർണേശ്വരിയെ ആരാധിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. ഇല്ലം എന്ന വാക്കിനർത്ഥം വീട് എന്നാണ്. അതേപോലെ തന്നെ കതിർമണികളുണ്ട്. കതിർമണികളിൽ ഇങ്ങനെ അന്നപൂർണേശ്വരിയെ ശ്രീ ഭഗവതിയുടെ സാന്നിധ്യം കൽപ്പിച്ച് വീടുകളിൽ തൂക്കിയിടുന്ന ഒരു പതിവ് അല്ലെങ്കിൽ ആചാരം കൂടിയുണ്ട്. അതേപോലെ തന്നെ കതിര്, കാഞ്ഞിരത്തിന്റെ ഇല, ചെത്തിപ്പൂവ് ഇവ ചേർത്ത് തലയിൽ ചുവന്ന് കൊണ്ടുവരുമ്പോൾ നമ്മളെ ആർപ്പുവിളികളോടെ ഇളം നില, വള്ളം നില, വട്ടിനിറ എന്നിങ്ങനെ എന്ത് ചെയ്യും ഉറക്കെ വിളിച്ച് പറയാം. ഇളം നില, വള്ളം നിറ, വട്ടിനിറ എന്ന് ഉറക്കെ വിളിച്ച്. നെൽകൃഷി വീടുകളിൽ ചെയ്യുന്ന അല്ലെങ്കിൽ പറമ്പുകളിൽ ചെയ്യുന്ന കുടുംബങ്ങളാണ് കർക്കിടക മാസത്തിൽ എന്താ ഇല്ലനിറ പതിവായിട്ട് ആചരിച്ചു. അതുപോലെ തന്നെ കർക്കിടകത്തിന് മറ്റൊരു വിശേഷമുണ്ട്. വർഷത്തിലെ ആദ്യത്തെ പൊങ്കാല ആചരിച്ചുകൊണ്ടിരുന്നത് എന്താണ് കർക്കിടകത്തിലായിരുന്നു. ഈ പൊങ്കാല എന്ന് പറയുന്നത് പുരുഷന്മാരിടുന്ന പൊങ്കാലയാണ്. ഈ പൊങ്കാല ഇടുന്ന പാടത്തിന്റെ കരയിലാണ്. പണിക്കാരും ഉടമസ്ഥരും എല്ലാം ഒത്തുചേർന്നാണ് ഈ പൊങ്കാല ഇടുന്നത്. ഈ പൊങ്കാല പേര് പറയുമ്പോൾ കയ്യാല പൊങ്കാല എന്നാണ്. ക്ഷേത്രത്തിലെ പുത്തരി നിവേദ്യം പോലെ തന്നെയാണ് പുരുഷന്മാരിടുന്ന ഈ പൊങ്കാല എന്ന് പറയുന്നത്. കയ്യാല പൊങ്കാല എന്നാണ് കേട്ടോ. കൂന്നലില് കുത്തിയെടുത്ത അരയും കൊണ്ടാണ് ഈ പൊങ്കാല ഇടുന്നത്. വലിയൊരു ഉരുളിയിൽ അരി, തേങ്ങ, ശർക്കര, നെയ്യ് ചേർത്താണ് പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ മാസത്തില് കർക്കിടക മാസത്തില് ദേവിയുടെ ദ്വാദശരി ജപിക്കുന്നത് അത്യുത്തമമായ അനുഗ്രഹപ്രധാനമായ ഐശ്വര്യപൂർണമായ ഒരു കാര്യം തന്നെയാണ്. ദേവി ശകംബരിയായി ഭൂമിയെ അനുഭവിക്കുന്ന മാസമായിട്ടാണ് കർക്കിടക മാസത്തെ കാണുക. കർക്കിടകത്തിൽ ദേവി ഭജനം തന്നെയാണ് ഏറ്റവും പ്രധാനം. മഹാക്ഷേത്രങ്ങളിൽ പോലും ത്രികാല പൂജയായിട്ട് ഭഗവതി സേവനം നടത്തുന്നു അഥവാ ആചരിക്കുന്നു. പണ്ട് കാലങ്ങളിൽ ത്രികാല പൂജ കർക്കിടകം മുഴുവൻ ആചരിക്കുന്ന കുടുംബങ്ങളും ഉണ്ടായിരുന്നു. ഈ കാലത്തും ഏറെ കുടുംബങ്ങൾ എന്താണ് ആ ത്രികാല പൂജ കർക്കിടകത്തിൽ മുഴുവനായി. ഈ കർക്കിടക മാസത്തില് ക്ഷേത്ര ദർശനം നടത്തുക, അതേപോലെ തന്നെ ഭഗവതി സേവ വഴിപാടായിട്ട് നടത്തുക, ഗണപതി ഹോമമൊക്കെ നടത്തുക വളരെ ഐശ്വര്യപ്രധാനമായും അനുഗ്രഹപ്രധാനമായ ഒരു വഴിപാട് തന്നെയാണ്. അതേപോലെ തന്നെ ഒരു കാര്യം, കർക്കിടക മാസം മുമ്പായി തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്.
കുടുംബക്ഷേത്രത്തിലൊക്കെ ഒന്ന് ദർശനം നടത്തി യഥാശക്തി വഴിപാട് നടത്തും ഉത്തമമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് വിജയത്തിനൊക്കെ വിജയങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ കർക്കിടക മാസത്തില് ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം ഒക്കെ ജപിക്കുന്നത് വളരെ പ്രധാനമായ വളരെ സുപ്രധാനമായ അനുഗ്രഹപ്രധാനമായ ഒരു കാര്യമാണ്. പുണ്യമാസമായിട്ടാണ് കർക്കിടക മാസത്തെ കാണുന്നത്. വരുന്ന ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് വേണ്ട ഐശ്വര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, വിജയങ്ങളൊക്കെ കൈവരിക്കാൻ നമുക്ക് സാധിച്ചു തരുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. അപ്പം അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തെ ആ പ്രധാനത്തോട് തന്നെ കാണണം. പണ്ട് കാലങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊടിയ മലകള്, വലിയ മലകള്, കാറ്റ് ഒക്കെ മൂലം കൃഷികൾക്ക് പല നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. അതുപോലെ തന്നെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ദാരിദ്ര്യം നിറഞ്ഞൊരു മാസമായിരുന്നു കർക്കിടകം എന്ന് പറയുക, അല്ലെ? അതുകൊണ്ട് തന്നെയാണ് കള്ളക്കർക്കിടകം എന്ന് പേര് വരാൻ സാധ്യത കൂടുന്നത്. അത് എന്നിരുന്നാലും നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ആചരിക്കുന്നതിലൂടെ, ഈ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇനി വരുന്ന ഒരു കാലഘട്ടം ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാവും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വീടുകളൊക്കെ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. കർക്കിടകത്തിന് മുമ്പ് തന്നെ വീടുകളും പരിസരവും എല്ലാം അടിച്ചു നനച്ച് വൃത്തിയാക്കി പുണ്യാകം തളിക്കുകയും അല്ലെങ്കിൽ പനിനീരൊക്കെ തളിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ കണ്ടിന്യൂസ് ആ ഒരു മാസം ഈശ്വര ആരാധനയൊക്കെ ചെയ്യുന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അതൊന്നും മറക്കരുത്. ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാത്തതായിട്ട് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഷോർട്സിലും വീഡിയോയിലൊക്കെ രാമായണ മാസത്തിനൊക്കെ പ്രാധാന്യങ്ങളായിട്ട് ഓരോ സവിശേഷതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ആയിട്ട് നിൽക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി നമുക്ക് ഓൾ എന്ന ഓപ്ഷൻ ഇട്ട് വെക്കാം കേട്ടോ. അപ്പൊ ഹൈന്ദവപരമായിട്ടുള്ള ആചാരങ്ങളും അതിന്റെ വിധികളും അതിന്റെ ഓരോ വഴിപാടുകളും ഒക്കെയാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത്. ഇത് ഇൻഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം മിസ് ചെയ്യേണ്ട. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യട്ടോ. കാരണം ഇങ്ങനത്തെ ജ്ഞാനം നമുക്ക് ലഭിക്കും. ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്കൊരു അതിന് വേണ്ടി പ്രത്യേകിച്ച് വേറെ സമയം പോകും. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും. ഈ ലൈക്ക് നൽകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കൂടുതൽ ഒരു മോട്ടിവേഷൻ ആണ് നമുക്ക് വീഡിയോ നൽകാൻ വേണ്ടി, നല്ല നല്ല കണ്ടന്റുകൾ നമുക്ക് നൽകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ കേട്ടോ. നിങ്ങളുടെ വിലയേക്കും കമ്മിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തില് കർക്കിടക മാസത്തിൽ നടത്തുന്ന പൂജയിൽ നിങ്ങളുടെ പേര് എഴുത്താൻ പേരും നക്ഷത്രവും കമന്റ് ചെയ്യുക. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണെങ്കിൽ ആഗ്രഹവും കൂടി കമന്റ് ചെയ്യാനെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. എന്തായാലും അടുപ്പിച്ച് എഴുതാതെ സെപ്പറേറ്റ് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കേട്ടോ. എല്ലാത്ത മെസ്സേജുകളും നമ്മൾ ചെയ്യും കേട്ടോ. ഓക്കെ.